ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ അരിപ്പൊടിയും 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ ഉലുവയും 3/4 സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചൂടായ പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ വറുത്ത് കൊടുക്കാം. മിതമായ തീയിൽ കരിയാതെ ഇളക്കിയെടുക്കാം. അരിയൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവയും നല്ല രീതിയിൽ ചുവന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. ഞാനിത് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല പൗഡർ പോലെ നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ പൊടിച്ചെടുത്തു. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ പൊടിയുടെ. ബാക്കി വന്ന പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അടുത്ത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2-3 തരി ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 20 ചെറിയ ഉള്ളി ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. നമ്മുടെ ഈ ഓയിലിൽ കിടന്ന് ചെറിയ ഉള്ളി നല്ലോണം മൂത്ത് കിട്ടണം. എന്നാൽ മാത്രമേ കറി കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറമൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഉള്ളി മൂത്ത് കിട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല രീതിയിൽ വഴണ്ടി കിട്ടണം. എത്രത്തോളം വഴറ്റിയെടുക്കാമോ അത്രത്തോളം വഴറ്റിയാൽ ഈ കറി അത്രയും കേടാകാതെയും ഇരിക്കും. അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ തക്കാളി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടി ഒരല്പം കൂടുതൽ നിൽക്കണം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഒരു നുള്ളു കായം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരല്പം കൂടിയാലും കുഴപ്പമില്ല, നല്ലവണ്ണം കുറുകി കിട്ടുന്ന ഒരു കറിയാണ്. നമുക്കിത് അടച്ചു വെച്ച് 10 മിനിറ്റ് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കിയ നമ്മുടെ ആ മാജിക്കൽ പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടി നിങ്ങൾ സൂക്ഷിച്ച് വെച്ചാൽ വറുത്തരച്ച തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച തീയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കറി പെട്ടെന്ന് കുറുകി കിട്ടും ഈ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വീണ്ടും 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു. തീ കുറച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയെല്ലാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി പോകണ്ട, കാരണം ഇതിന്ന് കുറുകുന്ന ഒരു കറിയാണ്. തണുക്കുമ്പോൾ ഇനിയും കുറുകും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ കഴിക്കാൻ സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ കറി കിട്ടും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷമുള്ള അവസ്ഥയാണ്. ഓയിലെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഓൺ ആക്കാനും മറക്കരുതേ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.